ചെയ്തിട്ടുണ്ടോ? പരാതി പറയുന്ന പെങ്ങള് വയദൂനനാ റഗബൻ വറഹബാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ദുആയിനെ കുറിച്ച് പറയുമ്പോൾ പറഞ്ഞ കാര്യമാണ്. പെങ്ങളെ, അല്ലാഹുവിനോട് ആര് ദുആ ചെയ്താലും അല്ലാഹു സ്വീകരിക്കും. പെങ്ങളെ, ഇത് അല്ലാഹുവിന്റെ വാഗ്ദാനമാണ്. വൈദാ സഅലക ഇബാദി അന്നീ ഫഇന്നീ ഖരീബ് ഉജീബു ദഅവത്തദ് ദാഇ ഇദാ ദഅാനി. അല്ലാഹു പറയുകയാണ്, എന്നോട് ആര് ചോദിച്ചാലും ഞാൻ അവർക്ക് ഉത്തരം കൊടുക്കാം. അല്ലാഹു ചെയ്ത വാഗ്ദാനമാണ്. നിന്റെ പ്രയാസം മാറാത്തതിന്റെ കാരണം നീ ഇതുപോലെ ദുആ ചെയ്യാത്തത് കൊണ്ടാണ്. ഇതുപോലെ ദുആ ചെയ്താൽ അല്ലാഹു ഉത്തരം നൽകുമടോ. പക്ഷേ നമുക്ക് ഇഖ്ലാസ് ഇല്ലാതെ പോയി, നമുക്ക് നിരാശയാടോ. ഈ സമുദായത്തിന് പിടിപെട്ടിരിക്കുന്ന ഏറ്റവും വലിയ നാശമെന്തെന്നറിയുമോ? നിരാശയാ സഹോദരാ, നിരാശയാ സഹോദരാ. എത്ര മരുന്ന് കഴിച്ചിട്ടും എന്റെ രോഗം മാറുന്നില്ലല്ലോ. എന്റെ അല്ലാഹു ഏത് കച്ചവടം ചെയ്തിട്ടും നേരെയാകുന്നില്ലല്ലോ. എനിക്ക് സമാധാനമില്ലല്ലോ. എന്തെല്ലാം മരുന്ന് കഴിച്ചു, എനിക്ക് മക്കളില്ലല്ലോ. 40 കഴിഞ്ഞു, 45 എന്റെ റബ്ബേ, എനിക്ക് മക്കളെ തരാത്തത്. എന്റെ പ്രിയപ്പെട്ട സഹോദരി, മക്കളില്ലാതെ സങ്കടപ്പെടുന്ന ഉമ്മ, നിനക്ക് മക്കളെ കിട്ടാത്തതിന്റെ കാരണം നീ ദുആ ചെയ്യാത്തത് കൊണ്ടാ. നീ ദുആ ചെയ്യാത്തത് കൊണ്ടാണ് സഹോദരാ. മക്കളില്ല, 30 കഴിഞ്ഞു, 35 കഴിഞ്ഞു, 40 ഇനി പ്രസവിക്കില്ല എന്ന് നീ തന്നെ തീരുമാനിച്ചു. ഭാര്യ പറയുന്നു ഭർത്താവിന്റെ കുഴപ്പമാണ്, ഭർത്താവ് പറയുന്നു ഭാര്യയുടെ കുഴപ്പമാണ്. പെങ്ങളെ, ആരുടെ കുഴപ്പമാണെന്ന് നിനക്കറിയില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പടച്ചവനെ തന്റെ പ്രിയപ്പെട്ട ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹാ, ആയിഷയ്ക്ക് മക്കളില്ലായിരുന്നു. പെങ്ങള്, കൗണ്ടിങ് കുറഞ്ഞത് കൊണ്ടല്ല, പടച്ചവനെ ഗർഭപാത്രമില്ലാത്തത് കൊണ്ടല്ല. അല്ലാഹു സമ്മാനമായി കൊടുക്കുന്നതാണ് മക്കള്. ചിലർക്ക് അല്ലാഹു കൊടുക്കും, ചിലർക്ക് അല്ലാഹു കൊടുക്കില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മക്കളില്ലാത്ത കുടുംബങ്ങളോട് പറയുകയാ, ദുആ ചെയ്യണോ. ദുആ ചെയ്താ സ്വീകരിക്കുമെന്ന് പടച്ച റബ്ബാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അല്ലാഹു നിനക്ക് മക്കളെ തരാത്തതിന്റെ കാരണം എന്തെന്നറിയോ? നീ ദുആ ചെയ്യുമ്പോ നിനക്ക് വിശ്വാസമില്ലാത്തത് കൊണ്ടാ. ദുആ ചെയ്യുന്ന നിനക്ക് തന്നെ വിശ്വാസമില്ല. എങ്ങനെ ദുആ ചെയ്യണമെന്നറിയുമോ? എങ്ങനെ ദുആ ചെയ്യണമെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്കൂ. ഒരു